ക്യാൻസർ അയ്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ച് ക്യാൻസർ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാമിന് നമ്മൾ സംസാരിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് ബീന റോജസ്, അതുപോലെ തന്നെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചാണ്. അങ്ങാടിക്കുള്ളത് ജില്ലയിലെ മെഡിക്കൽ ഓഫീസർ രഞ്ജിത്ത് മാത്യു, എൻ്റെ സഹമെമ്പർമാരായ മിനി വിശ്വനാഥൻ, സെലീന നിലവൈ, ജോസഫ് അബ്ദുറം, വിജയ് പ്ലാപ്പത്തിൽ, എച്ച്ഐമാരായ രാജേഷ്, ജെയ്സൺ, മറ്റ് എൽപ്പിലെ ഏറ്റവും പ്രിയപ്പെട്ട ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പോലീസ് സേനകൾ, പ്രത്യേകമായിട്ട് ഈ ക്യാമ്പ് നമുക്ക് ഉപകാരപ്രദമാക്കാൻ വേണ്ടി നമുക്ക് ആശങ്കകളുണ്ടെങ്കിൽ അതിനെ നീക്കാനായി ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാർ, ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ടാഗ്ലൈനോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു പദ്ധതി നമുക്ക് വൈസ് പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരും ഓരോവിധ ആശങ്കകളിലും കഴിയുന്നൊരു സമയമാണ്. എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ആണോ അല്ലെ ഹാർട്ട് അറ്റാക്കിന്റെ ആണോ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും ചെറിയ കുട്ടികളൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണ് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രോഗ്രാം കൂടെ കണ്ണൂർ ഫൈറ്റ്സ് ക്യാൻസർ എന്ന പേരിൽ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ആരംഭം കുറിച്ചതാണ്. ജില്ലാ പഞ്ചായത്തും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒന്നിച്ച് നടത്തുന്നൊരു പ്രോഗ്രാം. ഇതുവഴി ക്യാൻസർ രോഗനിർണയ സ്ക്രീനിങ് ടെസ്റ്റും ഒപ്പം ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണങ്ങളും നടക്കുക. നമ്മുടെ ഡോക്ടർ രേഷ്മ ഡോക്ടർ വരാനെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് അവർക്ക് കീഴ്പള്ളി CHCയിലൊരു ക്യാമ്പിലൂടെ പങ്കെടുക്കേണ്ടി വന്നുകൊണ്ടാണ് നമ്മൾക്ക് താമസിച്ചത്. ഡോക്ടർ തന്നെ എത്തിച്ചത്. എന്തായാലും ഒരേ സമയം തന്നെ ഇവിടെ നമുക്കിവിടെ ക്യാൻസറിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് നടക്കുന്നു. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ക്യാമ്പുകൾ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ കിട്ടുമ്പോൾ ഫ്രീ ആയി കിട്ടുമ്പോൾ അതിനെ വിനിയോഗിച്ച് നമ്മുടെ ആശയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെന്തെങ്കിലും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നല്ല ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്ക് വളരെ മുന്നോട്ട് പോകാം. ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മളെല്ലാം നല്ല മനസ്സോടെ യാതൊരു സിംറ്റംസും ഇല്ലാതെ വീട്ടിലേക്ക് പോകാൻ ഇടയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്